അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റുല്ലാഹിൽ മുഹറം. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. മുഹറം മാസം റസൂൽ കരീം അവിടുന്ന് പറഞ്ഞതെന്താ? ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാൻ്റെ മാസമാണ് മുഹറം. അപ്പോൾ മുഹറം എന്ന് പറയുന്നത് ഹറാമിൻ്റെ ഇനത്തിലാണ് പെടുക മുഹറം. അപ്പോൾ എന്താണ് ഈ ഹറാമിൻ്റെ ഇനത്തിൽ വരുന്നത്? റസൂലുള്ള പറഞ്ഞു, മുഹറം മാസം ഷഹറുല്ലയാണ്, അള്ളാൻ്റെ മാസമാണ്. അള്ളാൻ്റെ മാസത്തിലാണ് ഹറാമുള്ളത്. എന്ത് ഹറാമാണുള്ളത്? എന്ത് ഹറാമാണുള്ളത് അള്ളാൻ്റെ മാസത്തിൽ? അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹു എന്താണ് പറയുന്നത് അള്ളാൻ്റെ മാസത്തിനെ പറ്റിയിട്ട്? ذلك الدين القيم فلا تظلموا فيهن أنفسكم. ഹറാമിൻ്റെ മാസം എന്നല്ലേ പറഞ്ഞത്? അത് ذلك الدين القيم, അതാണ് ശുദ്ധമായ വക്രതയില്ലാത്ത നേരായ മാർഗം. ഏത്? ഹറാമായ മാസം. പിന്നെയോ فلا تظلموا فيهن أنفسكم, നിങ്ങൾ ഈ മുഹറം മാസത്തിൽ അക്രമം ചെയ്യരുത്. മുഹറം മാസത്തിൽ അക്രമം ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറയുമ്പോൾ മുഹറം മാസത്തിൽ അക്രമം ചെയ്യൽ നിഷിദ്ധമായി, ഹറാമായി. അതാണ് ഹറാമിൻ്റെ മാസം എന്ന് പറയാൻ കാരണം. എങ്ങനെ? മുഹറം മാസം ഹറാമായ മാസമാണെന്ന് പറയുമ്പോൾ ആ മുഹറം മാസത്തിൽ അക്രമം ചെയ്യാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, ആരെയും മോശമാക്കാൻ പറ്റില്ല. കാരണം ഷഹറുല്ല, അത് അള്ളാൻ്റെ മാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമാകുമ്പോൾ അള്ളാഹു ആദരിച്ച മാസമായിരിക്കും മുഹറം മാസം. അള്ളാഹ് ആദരിച്ചതാണ്, ബഹുമാനിച്ചതാണ്. അപ്പോൾ അള്ളാഹ് ബഹുമാനിച്ച മാസമായതുകൊണ്ട് ആ മുഹറം മാസത്തിൽ അക്രമം ചെയ്യൽ ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മുഹറം ഹറാമായ മാസമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മുടെ ക്ലാസ് പകുതി കേട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ അത് മുഴുവനായും കേൾക്കുക. ആകെ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ക്ലാസ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ പരമാവധി മുഴുവനും കേൾക്കുക. അതിൽ വരുന്ന സംശയങ്ങൾ നമ്മൾ ചോദിക്കുകയും ചെയ്യുക. പണ്ടൊക്കെ കാരണന്മാർ പറയും പോലെ ചോദിച്ച് സ്വർഗത്തിലേക്കും നാണിച്ച് നരകത്തിലേക്കും എന്നാണ് പറയുക. അപ്പോൾ ചോദ്യങ്ങൾ വേണം. അപ്പോൾ അതിന് പറ്റുന്ന മറുപടി നമുക്ക് പറയാനും പറ്റും. അങ്ങനെ ചോദിച്ചും പറഞ്ഞും എല്ലാം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, ദീനിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ മുഖ്യമായിരിക്കുന്ന ലക്ഷ്യം തന്നെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? സമയത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സമയം
ഈ സമയം എന്താ? സമയം എന്ന് പറഞ്ഞാൽ അൽ വഖ്തു മിഖ്ദാറും മിന സമനി നഈശു ഫീഹി. കണ്ടോ? കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു അളവുകോല് മാത്രമാകുന്നു സമയം. അപ്പോൾ സമയം ഇങ്ങനെ കഴിഞ്ഞു പോകും. നാം എന്തു ചെയ്യണം? ആ സമയത്തിൽ സുകൃതങ്ങൾ ചെയ്യണം എന്നാണ് നാം പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കിട്ടിയ ആയുസ്സിൽ നാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മുടെ സമയങ്ങൾ വെറുതെ പാഴാക്കാതിരിക്കുക, ഹൈറായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം നാം നേടിയെടുക്കണം. ഇതാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമുക്ക് പറയുവാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ ഉള്ളത് സ്വഭാവങ്ങളെക്കുറിച്ചാണ്. സ്വഭാവങ്ങൾ. അപ്പോൾ ഏത് രൂപത്തിലുള്ള സ്വഭാവമാണ് നാം സ്വീകരിക്കേണ്ടത്? 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ഹുസ്നുൽ ഹുലുഖി, 2 സൂഉൽ ഹുലുഖി. ഇങ്ങനെ 2 സ്വഭാവങ്ങളുണ്ട്. ഹുസ്നുൽ ഹുലുഖി സൽ സ്വഭാവമാണ്, സൂഉൽ ഹുലുഖി ചീത്ത സ്വഭാവമാണ്. അപ്പോൾ ഈ 2 സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത്തെ സ്വഭാവത്തിനെ കുറിച്ച് പറയും, ഹുസ്നുൽ ഹുലുഖി. അതിന് ശേഷം നമ്മൾ പറയുന്നത് സൂഉൽ ഹുലുഖായിരിക്കും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നാം കേൾക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങൾ അറിയുക. എല്ലാത്തിൻ്റെയും പിന്നിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടലാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ, അനുഗ്രഹമില്ലെങ്കിൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. അള്ളാഹുവിൻ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അതിനേക്കാളും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൃഷ്ടി വേറെ ഇല്ല. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ഒരു മഹാനാണ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു ജീവികളുമില്ല, ഒരു വസ്തുക്കളുമില്ല, ഒന്നുമില്ല. അല്ലാഹ് മാത്രമാണ് നബിനേക്കാളും വലുതായിട്ടുള്ളത്. അത് സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. അപ്പോൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അവർ പോലും സ്വർഗത്തിൽ കടക്കാൻ എന്ത് വേണം? അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. പിന്നെ ഈ ചണ്ടികളായിരിക്കും നമ്മുടെ അവസ്ഥയൊക്കെ എന്താ? അല്ലാഹു തആല പുറത്തു തരട്ടെ. നമുക്കൊന്നും അറിഞ്ഞൂടാ, പക്ഷേ നമ്മൾ അറിയും പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ നമ്മൾ അറിയും പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ആ അറിയും എന്നുള്ള ആ ഒരു നടിപ്പുണ്ടല്ലോ, അത് നമുക്ക് പാടില്ല. അതിന് അഹങ്കാരം എന്നൊക്കെ പറയാം. അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അഹങ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഹൃദയത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളില്ലേ, പനി, തലവേദന, ജലദോഷം പറഞ്ഞ പോലെ എന്നതുപോലെ ഹൃദയത്തിനുമുണ്ട് ചില അസുഖങ്ങൾ. അഹങ്കാരം, അസൂയ, അക്രമം, ഇല്ലേ, പക, ഇങ്ങനെ പല ജാതി അസുഖങ്ങൾ ഹൃദയത്തിനുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതും നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പറയും. അപ്പോൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഹുസ്നുൽ ഹുലുഖാണ്. അത് കേൾക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തആല ഈമാൻ നൽകുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.